അത് വസ്തുതയല്ല. എന്ന് കിട്ടുമായിരുന്ന വില എന്ന് പറയും കിട്ടിയില്ലല്ലോ. കിട്ടുമായിരുന്ന വില എന്ന് പറയും കിട്ടിയിട്ട് വേണ്ടേ വില പറയാൻ. ഞങ്ങൾ 7 പ്രാവശ്യം മാത്രമല്ല കഴിഞ്ഞ ഗവൺമെന്റും അല്ലല്ല വേണ്ടെന്ന് വെച്ചതല്ല. തോട്ടണ്ടി ലഭ്യമായിരുന്നില്ല സുഹൃത്തെ, അതാ പ്രശ്നം. തോട്ടണ്ടി ലഭ്യമായിരുന്നില്ല. ഈ നമ്മുടെ രാജ്യത്ത് ഞങ്ങൾ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ഒന്ന് സീസൺ ടൈമല്ല, തോട്ടണ്ടിയുടെ സീസൺ ടൈമല്ല, എല്ലാ ക്രോപ്പുകളും കഴിഞ്ഞ സമയത്താണ് ഞങ്ങൾ വരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഡയറക്റ്റ് ഇറക്കുമതി ചെയ്യുക എന്ന പ്രൊവിഷൻ ഞങ്ങളുടെ മുന്നിലില്ല. പിന്നെ ഉള്ളത് ആളുകൾ വാങ്ങി വെച്ചിരിക്കുന്നത് വാങ്ങുക എന്നുള്ളതാണ്. മനഃപൂർവ്വമായി തോട്ടണ്ടി ലഭ്യമല്ലാത്ത സ്ഥിതി കശുവണ്ടി വികസന കോർപ്പറേഷൻ തുറക്കരുത് എന്നുള്ള ബോധപൂർവമായ ഇടപെടൽ ഈ തരത്തിലുള്ള പലതരം സംഗതികളെ വളരെ ശക്തമായി നേരിട്ടുകൊണ്ടാണ്. നിങ്ങൾ അധികാരത്തിൽ വന്ന സമയത്ത് എത്ര തോട്ടണ്ടി ലഭിക്കുമായിരുന്നു, അതിന്റെ വില എത്ര, ഇപ്പോൾ തുറന്ന സാഹചര്യത്തിൽ എത്ര തോട്ടണ്ടി ലഭിച്ചു, അതിന്റെ വില എത്ര എന്നതിന്റെ കണക്കുകൾ സഹിതമാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഞാൻ അങ്ങയിലേക്ക് തിരികെ എത്താം. ശ്രീ വി മുരളീധരൻ, പ്രാഥമികമായി സർക്കാരിനൊന്ന് വിലയിരുത്താം. ഏത് മാധ്യമങ്ങൾ ഹിന്ദു എന്ന പത്രം അങ്ങ് വായിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വിശ്വാസ്യതയും ആധികാരികതയും ആരും ചോദ്യം ചെയ്യുന്നില്ല. അങ്ങനെ ഒരു മാധ്യമത്തിനും പറയാം ഇല്ലല്ല. വസ്തുതാപരമായി പറയുന്ന ഒരു മാധ്യമത്തിനും വസ്തുതയാണ്. അങ്ങ് അത് പരിശോധിക്കണം. ഞാൻ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ വസ്തുതയല്ല പറയുന്നത്. അതെ അതെ, ആ വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കുകയാണ്. നിങ്ങളുടെ വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കുകയാണ്. അങ്ങനെ നമുക്ക് ലഭ്യമായിരുന്നില്ല. ചർച്ചയിലേക്ക് പോകാം. എന്തെങ്കിലും പറഞ്ഞിട്ട് ശരിയെന്ന് പറയുന്നതിനകത്ത് വല്ല കാര്യമുണ്ടോ? അങ്ങനെയല്ല. ഞാനത് നമ്മുടെ ഇടയിൽ തർക്ക വിഷയം വേണ്ടല്ലോ. ഒരു ചർച്ച നടത്തുമ്പോൾ തോട്ടണ്ടി കുറഞ്ഞ വിലയ്ക്ക് കിട്ടിയിരുന്നു എന്നിട്ട് വാങ്ങിയില്ല എന്ന് പറയുന്ന എന്തിന്റെ അടിസ്ഥാനത്തിൽ? കുറഞ്ഞ വിലയ്ക്ക് തോട്ടണ്ടി പിന്നീട് അങ്ങ് നിർബന്ധിച്ചപ്പോൾ അത് ഏത് റിപ്പോർട്ടായിരുന്നു എന്ന് പറഞ്ഞു. എന്തെങ്കിലും വർത്തമാനം പറയരുത്. പിന്നെ അടുത്ത ഘട്ടത്തിൽ അങ്ങയോട് പറഞ്ഞു ഞാൻ തന്നില്ലെങ്കിൽ പോലും അങ്ങേക്ക് അത് എടുക്കാൻ കഴിയും, കാരണം അത് എന്നതടക്കമാണ് ഞാൻ പറഞ്ഞത്. കുറഞ്ഞ വിലയ്ക്ക് അനാവശ്യമായ തർക്കത്തിലേക്ക് പോകേണ്ട കാര്യമില്ല, നമുക്കത് പരിശോധിക്കാം. കുറഞ്ഞ വിലയ്ക്ക് കിട്ടി. അല്ല, തർക്കത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. ഗവൺമെന്റ് നേട്ടത്തെ കുറിച്ചാണ് ചർച്ച. നിങ്ങൾ നേട്ടത്തെ കുറിച്ച് പോവാം. ശരി. സർക്കാരിന്റെ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3 മാസം ഒരു സർക്കാരിനെ വിലയിരുത്താനുള്ള കാലയളവല്ല എന്നുള്ളതിനോട് ഞാൻ യോജിക്കുന്നു. സാധാരണ ഏത് ഗവൺമെൻറ്റിനും ഒരു ഹണിമൂൺ പീരിയഡ് എന്ന് പറയുന്നൊരു കാലഘട്ടം അനുവദിക്കാറുണ്ട്. പക്ഷേ ഈ സർക്കാരിന് ജനങ്ങൾ അത് നൽകാൻ പറ്റാത്ത വിധത്തിലുള്ള വിവാദങ്ങളാണ് കഴിഞ്ഞ 3 മാസക്കാലത്തിനിടയിൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ തന്നെ ഗവൺമെൻറ് പറയുന്ന ഏറ്റവും വലിയ നേട്ടം, ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത്, ആദ്യ പരസ്യ വിസർജന വിമുക്ത സംസ്ഥാനമായിട്ട് കേരളം പ്രഖ്യാപിക്കും എന്നാണ്. എൻ്റെ കയ്യിലുള്ള കണക്കനുസരിച്ച് ഇപ്പോൾ കേരളത്തിലെ പഞ്ചായത്തുകളിൽ 17.5% കക്കൂസുകളുണ്ട്. 48.5% കക്കൂസുകൾ പണിയാൻ പോവുകയാണ്. ബാക്കിയുള്ള കക്കൂസുകൾ ഏതാണ്ട് 67,000 പുതിയ കക്കൂസുകൾ പണിയും നവംബർ 1 മുൻപേ എന്നാണ് ഈ കണക്ക് വായിക്കുന്ന ഒരാൾക്ക് എന്ന് തോന്നേണ്ടത്. ഇത് സാധ്യമാണ്. കാരണം ഈ ഗവൺമെൻറ് ഭരണത്തിലേറുന്നതിന് മുമ്പ് പറഞ്ഞത് ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ എല്ലാം ശരിയാവുന്നതാണ്. ഈ ഗവൺമെൻറ് വന്ന ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിലെടുത്ത തീരുമാനം കഴിഞ്ഞ സർക്കാരിൻ്റെ അഴിമതിയും വീഴ്ചകളും നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളും പരിശോധിക്കാനുള്ള ഒരു ഉപസമിതിയാണ്. ആ ഉപസമിതിയുടെ ആദ്യ മീറ്റിങ്ങിനെക്കുറിച്ച് നമ്മളൊക്കെ കേട്ടു. പിന്നീട് ആ ഉപസമിതി എവിടെ പോയി എന്ന് ആർക്കും അറിയില്ല. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് സോളാർ കേസ് ഏറ്റവും വലിയ വിവാദമുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. ആ സംഭവത്തിൽ എന്താ തുടർ നടപടി? ഐസ്ക്രീം പാർലർ കേസിൽ എന്താ തുടർ നടപടി? KM മാണിയുടെ വിഷയത്തിൽ പോലും KM മാണിക്കെതിരായിട്ട് വളരെ വ്യാപകമായിട്ടുള്ള പ്രചരണമാണ് പ്രതിപക്ഷം എല്ലാവരും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടത്തിയത്. പക്ഷേ ആ KM മാണിയെ തിരിച്ചെടുക്കുമോ, കോൺഗ്രസിൽ നിന്ന് വിട്ടുവന്ന സ്ഥിതിയിൽ ഇടതുപക്ഷത്തേക്ക് എടുക്കുമോ എന്നുള്ള സംശയത്തിൽ ഇപ്പോൾ CPI ആണ് അതിന് തടസ്സമായിട്ട് നിൽക്കുന്നതെന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. അപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ 100 ദിവസത്തെ പ്രവർത്തനം വിലയിരുത്തിയാൽ പ്രതിപക്ഷത്തിന് മാത്രമല്ല, മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് പോലും, ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് എന്ന് ഞാൻ പറയുമ്പോൾ ഞാനൊരു ഊഹാപോഹം പറയല്ല. ഇപ്പോൾ ഗീതാ ഗോപിനാഥിനെ സാമ്പത്തിക ഉപദേഷ്ടാവായിട്ട്
നിയോഗിക്കാൻ സർക്കാർ തീരുമാനമെടുത്തു. ആ തീരുമാനം മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളടക്കം പറഞ്ഞു അത് പാർട്ടി തീരുമാനമല്ല, സർക്കാരിൻ്റെ തീരുമാനം എടുത്താണ്. കാരണം ഈ കേന്ദ്ര സർക്കാരിൻ്റെ UPA ആണെങ്കിലും അതിനുശേഷം NDA ആണെങ്കിലും ഈ സാമ്പത്തിക മേഖലയിലുള്ള പരിഷ്കാരങ്ങൾക്ക് വേഗത പോരാ എന്ന് പറയുന്ന ഒരാളെ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രഖ്യാപിത നയങ്ങൾക്ക് അങ്ങേയറ്റം ഘടകവിരുദ്ധമായിട്ടുള്ള നിലപാടെടുക്കുന്ന ഒരാളെ മുഖ്യമന്ത്രി സാമ്പത്തിക ഉപദേഷ്ടാവായിട്ട് നിയമിക്കുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി നിലപാടിൽ മാറ്റം വരുത്തിയതാണോ, അതോ മാർക്സിസ്റ്റ് പാർട്ടി ഇതുവരെ പറഞ്ഞതും ഇനി ചെയ്യാൻ പോകുന്നതും തമ്മിൽ ഒരു ബന്ധമില്ല എന്നാണോ? അപ്പം ഞാനീ പറഞ്ഞു വരുന്നത്, ഇപ്പോഴും ഞങ്ങൾ പല കാര്യങ്ങളും ചെയ്യാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ജനങ്ങളെ പ്രതീക്ഷ നൽകി ജനങ്ങളെ വിഡ്ഢികളാക്കാനുള്ള ഒരു ശ്രമം 100 ദിവസം മുമ്പ് പറഞ്ഞിരുന്നത് 100 ദിവസം കഴിഞ്ഞപ്പോൾ ചില പുതിയ പ്രതീക്ഷകൾ കൊടുക്കുക, ഈ പറഞ്ഞതൊന്നും തന്നെ നടപ്പിലാകാതിരിക്കുക. മാത്രമല്ല ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വിവാദമെന്ന് ഞാൻ പറയുന്നില്ല, ശ്രീ G. സുധാകരൻ നടത്തിയ പ്രസ്താവന, നിലവിളക്ക് പൊതു ചടങ്ങുകളിൽ നിലവിളക്ക് കൊളുത്തുന്നതിനോട് എതിരായിട്ടുള്ള പ്രസ്താവന ഇന്ന് അദ്ദേഹം ആവർത്തിച്ചിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അബ്ദുൾ റബ്ബ് നിലവിളക്ക് കൊളുത്താൻ വിസമ്മതിച്ചപ്പോൾ DYFIക്കാർ നിലവിളക്ക് കൊളുത്തിയിട്ടാണ് പ്രതിഷേധിച്ചത്. കോഴിക്കോട്. കാരണം നിലവിളക്ക് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ചടങ്ങായിട്ടല്ല നമ്മുടെ പൊതുചടങ്ങുകളിൽ കൊളുത്തുന്നത്. നിലവിളക്ക് കേരളത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും ഒക്കെ ഭാഗമാണ്. അപ്പം നിലവിളക്കിനെ ഒരു മതത്തിൻ്റെ ചിഹ്നമാക്കി മാറ്റിക്കൊണ്ട് ഒരു വിഭാഗീയതയും വർഗീയ വിദ്വേഷവും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളതാണ് സംശയം വരുന്നത്. അപ്പോൾ കേരളത്തിലെ പൊതുസമൂഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നടക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു വിഭാഗീയതയും പരസ്പര വിദ്വേഷമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് തൽക്കാലം ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു ശ്രമം, ആ ശ്രമമല്ലേ ഈ സർക്കാർ നടത്തുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് പ്രാഥമികമായി. ഞാൻ ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാമിലേക്ക് വരുന്നതിന് മുമ്പ് മിനിസ്റ്റർ, താങ്കളുടെ പ്രതികരണം. BJP നേതാവ് V. മുരളീധരൻ്റെതാണ് വിമർശനം. അതെ, നിലവിളക്ക് കൊളുത്തുന്നത് ഒരു മന്ത്രി പറഞ്ഞൊരു അഭിപ്രായം മാത്രമാണ്, ഗവൺമെൻറ്റിൻ്റെ നയവേ അല്ലാതെ. വിളക്ക് കൊളുത്താം, വിളക്ക് കൊളുത്താതിരിക്കാം, അതൊന്നും ഒരു കേരളീയ ജനതയ്ക്കുടെ മുന്നിൽ ഒരു ഇഷ്യൂ അല്ലല്ലോ. ഇല്ലാത്ത ഇഷ്യൂവിനെ കുറിച്ച് അതിങ്ങനെ പെരുപ്പിച്ച് വർത്തമാനം പറഞ്ഞ് ഈ 100 ദിവസത്തിനുള്ളിൽ കേരളത്തിലെ ഗവൺമെൻറ് നടപ്പിലാക്കിയ നല്ല വശങ്ങളെ ജനങ്ങളിൽ നിന്ന് മറച്ചുപിടിക്കാൻ നടത്തുന്ന വിവാദമാണിത്. അതൊന്നും ഒരു ഇഷ്യൂവേ അല്ല കേരളത്തിൽ. വിളക്ക് കൊളുത്താൻ പാടില്ലെന്ന് പാടില്ല, എന്തെങ്കിലും കുറ്റവും ശിക്ഷ ഉണ്ടോ അതിന്? ഒരു മന്ത്രി ഒരു അഭിപ്രായം പറയും, അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, അത് ഗവൺമെൻറ് നയമാണോ? അത് ഗവൺമെൻറ് നയമേ അല്ലാതെ. ഗവൺമെൻറ്റിന് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടനപത്രമുണ്ട്. അത് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഓരോ വകുപ്പും എടുത്തിട്ടുള്ള നടപടികളെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടത്. എല്ലാ വകുപ്പുകളിലും ജനപക്ഷത്തു നിന്നുള്ള അതിശക്തമായ ഇടപെടലും നടപടിയിലേക്ക് പൊയ്ക്കഴിഞ്ഞു എന്നാണ് എനിക്ക് പറയാനുള്ളത്. പരിമിതമായ സമയം കൊണ്ട് എല്ലാ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഏത് മേഖല എടുത്ത് നോക്കിയാലും, വിലക്കയറ്റമാണെങ്കിലും ശൗചാലയ നിർമ്മാണം, അതിന്റെ കണക്കുകൾ സഹിതം പറയുകയാണ് ഈ നവംബർ 1 ശൗചാലയം ഇപ്പൊ എനിക്ക് തന്നെ പറയാൻ കഴിയും, അത് നടപ്പിലാക്കാൻ കഴിയും. കേരളത്തിനെയാണ് ഇന്ത്യ രാജ്യത്ത് 29 സംസ്ഥാനങ്ങളിൽ കേരളമാണ് സമ്പൂർണ്ണ ODF സ്റ്റേറ്റായി പ്രഖ്യാപിക്കണമെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേരളം അത്രത്തോളം ഉയർന്നു നിൽക്കുന്നു എന്നതുകൊണ്ടാണ്. എൻ്റെ ജില്ലയിൽ തന്നെ ഞങ്ങളിപ്പോൾ 4 പഞ്ചായത്തുകൾ ODF ആയി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ പറയുന്ന നവംബർ 1 അത് പൂർണ്ണമാകുന്ന കാര്യത്തിൽ ഒരു ആശങ്കയും വേണ്ട. 29 സംസ്ഥാനം ഇന്ത്യ രാജ്യത്തുള്ളതിൽ കേരളമാണ് നമ്പർ 1 ആയി വരാൻ പോകുന്നത്. അത് ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ നിർദ്ദേശിക്കുകയാണ് കേരളം എടുക്കണമെന്ന്. പിന്നെ രാഷ്ട്രീയ മുരളീധരൻ ഒരു ആശങ്ക? അതിന്റെ ആവശ്യമില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചാൽ അത് നടക്കാവുന്ന. അതുകൊണ്ട് ODF സ്റ്റേറ്റായി കേരളം പ്രഖ്യാപനങ്ങൾ കഴിഞ്ഞ കാല സർക്കാരുകൾ നടത്തിയിട്ടുണ്ട്. എറണാകുളത്ത് കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തതായിട്ട് കഴിഞ്ഞ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. കണ്ണൂർ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചു. കൊച്ചി വിമാനത്താവളത്തിൻ്റെ പുതിയ ടെർമിനൽ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചു. ഇനിയും കൊല്ലം 2 എടുക്കുമെന്നാണ് ഈ 3 സ്ഥലത്തും ആൾക്കാർ പറയുന്നത്. ഇതേപോലെ നവംബർ 1 പ്രധാനമന്ത്രിയെ കൊണ്ടുവന്നിട്ട് ഒരു പ്രഖ്യാപനം നടത്തിക്കുകയും അത് കഴിഞ്ഞിട്ട് കാര്യം നടക്കാൻ ഇനിയും കുറെ കാലം എടുക്കും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്.